ഇടുക്കി നെടുങ്കണ്ടത്ത് അച്ഛനും മകനും സഞ്ചരിച്ച സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിച്ച ജീപ്പിനായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. അമിത വേഗതയിലെത്തിയ ജീപ്പ് ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ കടന്നുകളയുകയായിരുന്നു. ഈ ജീപ്പിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇന്നലെ വൈകുന്നേരം 6:30 നെടുങ്കണ്ടത്ത് പനിക്ക് മരുന്ന് വാങ്ങി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഗിരീഷും മകനും. അമിത വേഗതയിൽ എതിരെ വന്ന ജീപ്പ് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഗിരീഷും മകൻ ശ്രീഹരിയും റോഡിലേക്ക് തെറിച്ചു വീണു. ജീപ്പിലുണ്ടായിരുന്നവർ വാഹനം നിർത്താതെ കടന്നുകളഞ്ഞു. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ഗിരീഷിനെയും മകനെയും ആശുപത്രിയിലെത്തിച്ചത്. റോങ് സൈഡ് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ഉണ്ടായത്. ഹെൽമെറ്റ് ഉള്ള കാരണമാണ് ജീവൻ പോലും രക്ഷപ്പെട്ടത്. എൻ്റെ കുഞ്ഞിൻ്റെ കാല് വട്ട പൊടിഞ്ഞ് മൂക്കിൻ്റെ പാലവും പല്ലും ഇളകി. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീഹരിയുടെ വലതുകാലിനേറ്റ പരിക്ക് ഭേദമാകാൻ 3 മാസമെടുക്കും. ഇത് 3 മാസം ഇരിക്കണമെന്നാ പറഞ്ഞേ. 1 മാസം ഇത് കെട്ടിവെക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. ഞാൻ ദീപയെ കുരുത്തോളൂ സ്കൂളിൽ പഠിക്കുക. 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. CCTV കേന്ദ്രീകരിച്ച കമ്പംമെട്ട് പോലീസ് ജീപ്പിനായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. CCTVയിൽ ജീപ്പിന്റെ നമ്പർ വ്യക്തമാകാത്തതാണ് അന്വേഷണത്തിന് പ്രതികൂലമാകുന്നത്. ഇതേ വഴിയിലെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്താനാണ് ശ്രമം. മാതൃഭൂമി ന്യൂസ്, കുമളി.